ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് ബട്ട് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. ഇതാണ് വൺ ലൈൻ റിവ്യൂ ഓഫ് ഒഡീസി. ഒഡീസിയുടെ കഥ അറിയുന്നവർക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജി അറിയുന്നവർക്കൊക്കെ തന്നെ എന്താണോ കഥ അത് തന്നെയാണ് സിനിമ. പക്ഷെ നമ്മൾ ലിറ്ററേച്ചറിനെ പുസ്തകമാക്കി അല്ലെങ്കിൽ പുസ്തകത്തെ നമ്മൾ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലോസ് അല്ലെങ്കിൽ അത് ഇങ്ങനെ അച്ചീവ് ചെയ്തില്ല, അങ്ങനെ ആയിപ്പോയി എന്ന് തുടങ്ങിയ നിരവധി കമന്റ്സിന് ഇടയിൽ വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപക്ഷെ ഒഡീസി എന്ന് പറയുന്നത്. പെർഫോമൻസിൽ പീക്ക്, ഡയറക്ഷനിൽ പീക്ക്, സിനിമാറ്റോഗ്രഫിയിൽ പീക്ക്, മ്യൂസിക്കിൽ പീക്ക്, ഓരോരോ മേഖലയിൽ എങ്ങനെയാണോ അതനുസരിച്ച് എങ്ങനെ ഓഡിയൻസിനെ ഡെലിവർ ചെയ്യണം അല്ലെങ്കിൽ ഓഡിയൻസിന് എന്ത് കൊടുക്കണമെന്ന് വൃത്തിക്കറിയാവുന്ന സംവിധായകൻ, ദ ലെജൻഡറി, ദ മാസ്റ്റർ ക്ലാസ് ഹിംസെൽഫ് ഡയറക്ട് ചെയ്യുന്ന ഒഡീസി. ഇന്ത്യയിൽ ഉൾപ്പെടെ അദ്ദേഹം വന്ന് അതിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്തുമ്പോൾ പോലും ഈ സിനിമയിൽ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത് എന്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ ഐമാക്സ് തിയേറ്ററിലല്ല കണ്ടത്, ഞാൻ കണ്ടത് ഒരു സാധാരണ തിയേറ്ററിലാണ്. ആ സാധാരണ തിയേറ്ററിൽ എനിക്ക് കിട്ടിയ ദ വിഷ്വൽ ഓഡിയോ എക്സ്പീരിയൻസ് വാസ് അൺമാച്ചബിൾ. ഒരിക്കൽ കൂടെ പോയി കാണും, അത് ഐമാക്സിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ സിനിമ അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾക്ക് അതിൻ്റെതായ ഒരു പീക്ക് ജോണറിൽ ആ സിനിമ കിട്ടുക എന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡയറക്ടറിന്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് ഡയറക്ടർ അത് നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി. മാറ്റ് ഡാമൺ ആൻഡ് ടോം ഹോളണ്ട് എന്ത് രസമാണ് അവരെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ, അവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ, അവരെ ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇറ്റ്സ് ജസ്റ്റ് ഓസം. ആൻഡ് കുറച്ചധികം പെർഫോമൻസുകളുടെ കാര്യം കൂടി സംസാരിക്കാനുണ്ട്. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു കമന്റ് അബൌട്ട് ദ മ്യൂസിക്. അത് ലുഡ്വിഗ് ഗാൻസന്റെ മ്യൂസിക് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേറൊരു ലോകത്താണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് നമ്മളെ സ്ക്രീനിൽ, നമ്മുടെ സീറ്റിൽ നിന്ന് നമ്മൾ സ്ക്രീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നിടത്ത് സിനിമയുടെ മാജിക് ഹാപ്പൻസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന എന്തോ ഒരു ഫോർമുല അല്ലെങ്കിൽ മാജിക് ഈ മനുഷ്യൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നോ കോംപ്രമൈസ് ഓൺ എനിത്തിങ്. അത് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന രീതി അത് കമന്റബിൾ എന്നൊക്കെ പറഞ്ഞത് കുറഞ്ഞു പോകും. പക്ഷെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ അത് നമ്മളെങ്ങനെ കൊണ്ടുപോകണം, അത് സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറെ സീക്വൻസസ് പ്രത്യേകിച്ച് ഉള്ളപ്പോൾ അതിനൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ബിക്കോസ് സാധാരണയായി കമേഴ്ഷ്യൽ സിനിമാസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്ക് ഇറ്റ്സ് നോട്ട് എ ഫിലിം. അതായത് ഇങ്ങനെ ട്വിസ്റ്റ് വേണം, ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു മാസ് പഞ്ച് വേണം എന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിങ്ങൾ തിയേറ്ററിലേക്ക് പോവാതിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഒഡീസിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യായമായ കാര്യം. പക്ഷേ യു വോണ്ട് ടു വാച്ച് എ ഫിലിം, ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ്, യു വോണ്ട് ടു നോ വാട്ട് സിനിമ ഇസ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഒഡീസി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആനെ ഹാത്വേയുടെ ഒക്കെ പെർഫോമൻസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതായത് ഇത് ഒറ്റ ജോണറിൽ നിൽക്കുന്നതല്ല. ഇതിനകത്ത് ത്രില്ലർ ഉണ്ട്, ഇതിനകത്ത് സസ്പെൻസ് ഉണ്ടെങ്കിൽ സസ്പെൻസ് ഉണ്ട്, ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്, ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ആൻഡ് ഒരു നോൺ ലീനിയർ ടൈപ്പ് ഓഫ് ഫിലിമിൽ നമ്മൾ ഒരു ചരിത്ര പുസ്തകത്തിലൊക്കെ എഴുതി വെക്കുമ്പോഴേക്കും യു വാണ്ട് ടു വാച്ച് എ നോൺ ലീനിയർ എപ്പിക് ഫിലിം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ആൻസർ, ഒഡീസി ഇസ് ദി ആൻസർ എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ തന്നെ ഞാൻ പറയുന്നത് അവരുടെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാവട്ടെ, അവർ ഇവിടെ വന്ന് പ്രൊമോഷൻ നടത്തിയത് ഉൾപ്പെടെ ഒരു ഷോക്കിംഗ്. പക്ഷെ അത് നടത്തുന്നതും ടെനറ്റിന്റെ സമയത്ത് ഉൾപ്പെടെ നോളൻ ഇങ്ങോട്ടേക്ക് വരാനിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. ആൻഡ് ഫോർ ഓൾ ദ നോളൻ ഫാൻസ് ഔട്ട് ദെയർ, ഒരു പക്ഷേ ഞാൻ പറയുന്നത് നോളന്റെ മുന്നത്തെ ചിത്രങ്ങളെക്കാളുമൊക്കെ യു വിൽ ലവ് ഒഡീസി. അത് ഈ പടത്തിൽ പുള്ളി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒഡീസിയുടെ കഥ വായിക്കാതെയാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു ന്യൂ സ്പെക്ടക്കിളാണ്. പക്ഷേ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജി ഫോളോ ചെയ്യുന്നവർക്ക്, ഒഡീസിയുടെ കഥ അറിയാവുന്നവർക്കൊക്കെ തന്നെ ഇത് അറിയാവുന്ന കഥ അത് സ്ക്രീനിലേക്ക് ഡെപ്പിക്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വായിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ ലോകത്തിന്റെ ഒരു മടങ്ങ് മുകളിലേക്ക് നോളൻ സ്ക്രീനിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി കമന്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാനത് വായിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് ദയവേത് ഞാൻ കാണിച്ചൊരു അബദ്ധം കാണിക്കാതിരിക്കുക. ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ എൻ ഐമാക്സ് തിയേറ്റർ. പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്ത ഐമാക്സ് തിയേറ്റർ അല്ലെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് തിയേറ്റർ പോസിബിൾ. കുറച്ച് പൈസ മുടക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിലേക്ക് തന്നെ പോവുക. ആൻഡ് ഈ പടത്തെ പറ്റി കുറ്റമൊന്നും പറയുന്നത് ഞാൻ ആളൊന്നുമല്ല, കുറ്റം പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. സോ ഗോ ആൻഡ് വാച്ച് ഒഡീസി, ഗോ ആൻഡ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് സിനിമ ഇൻ ദ ലാസ്റ്റ് 3 to 4 years or something. ആൻഡ് അത് ആസ്വദിച്ച് അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ സീൻസ്, നമുക്ക് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പല സീൻസും ഈ പടത്തിലുണ്ട്, ഒരുപാടുണ്ട്. ആൻഡ്
ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി സാറ്റിസ്ഫൈങ് ഫോർ എവരിബഡി. പക്ഷേ ഞാൻ വീണ്ടും ആർട്ടിക്കൽ ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ കാരണം ഇറ്റ്സ് നോട്ട് എ കമേഴ്ഷ്യൽ ഫിലിം, ഇറ്റ്സ് നോട്ട് എ ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിം. സോ ഒഡീസി കണ്ടവരാണെന്നെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.